ശാന്തി. സെക്കൻഡിൽ ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്നും വേറിട്ട് ഞാൻ സ്വയം ആത്മാവാണെന്ന് നിശ്ചയിക്കുന്നു. മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ജ്യോതിപുഞ്ചത്തെ കാണുന്നു. ഞാൻ നിരാകാരി ആത്മാവാണ്. ദേഹബോധവും വ്യക്തഭാവവും ഞാൻ സെക്കൻഡിൽ സമാപ്തമാക്കുന്നു. ആത്മാഭിമാനി സ്ഥിതിയിലിരുന്ന് ഞാൻ ആത്മാ പഴയ സ്വഭാവ സംസ്കാരത്തിൻ്റെ ആകർഷണങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്നു. സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ ആത്മീക ഭാവവും ആത്മീക വൃത്തിയും വെച്ച് ഞാൻ ബാബയുടെ അതിപ്രിയ സന്താനമായിരിക്കുന്നു. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും സ്മൃതിയിൽ ഞാൻ ആത്മാവ് തന്നെയാണ്. ആത്മസ്വരൂപത്തെ ഞാൻ ഡീപ്പായി അനുഭവം ചെയ്യുന്നു. എൻ്റെ ഒറിജിനൽ ഗുണങ്ങൾ ഇമേർജ് ആവുകയാണ്. ഞാൻ ആത്മാ, ശാന്തി, പവിത്രത, ജ്ഞാനം, ശക്തി, പ്രേമം, സുഖം, ആനന്ദം, ഈ എല്ലാ ഗുണങ്ങളുടെയും നിറവിൻ്റെ അനുഭവം ചെയ്യുന്നു. ഞാൻ ശാന്തസ്വരൂപമാണ്, പവിത്ര സ്വരൂപമാണ്. ജ്ഞാനസ്വരൂപമാണ്, ശക്തി സ്വരൂപമാണ്, പ്രേമസ്വരൂപമാണ്, ആനന്ദ സ്വരൂപമാണ്. ദേഹി അഭിമാനി സ്ഥിതിയിൽ എൻ്റെ തനതായ ഗുണങ്ങൾ മുഴുവനും ഇമേർജാകുന്നു. എൻ്റെ യഥാർത്ഥ ഗുണങ്ങളെ മുഴുവൻ അനുഭവം ചെയ്തുകൊണ്ട് ഞാൻ ദേഹി അഭിമാനി സ്ഥിതിയിലിരിക്കുന്നു. അവ ഗുണങ്ങളെ കഴിയുന്നതിനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യുന്നു. ഏത് ഗുണമാണോ എന്നിൽ കുറവുള്ളത് ഞാൻ അതിൻ്റെ കണക്ക് വെക്കുന്നു. ഗുണങ്ങളുടെ ദാനം ചെയ്ത് ഗുണവാനായി മാറുന്നു. ഗുണവാനായി മാറാൻ ബാബ ശ്രീമതം നൽകുകയാണ്. ആരുടെയും ദേഹത്തെ നോക്കരുത്. ബാബയിൽ നിന്ന് കേൾക്കൂ, ബാബയെ മാത്രം കാണൂ. മനുഷ്യമതത്തെ കേൾക്കരുത്. ബാബയുടെയും ബ്രാഹ്മണ കുലത്തിൻ്റെയും പേരു മോശാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും ദേഹാഭിമാനത്തിന് വശപ്പെട്ട്
ചെയ്യരുത്. തലതിരിഞ്ഞ പെരുമാറ്റമുള്ളവർ കുലകളങ്കിതരാകുന്നു. ഞാൻ എൻ്റെ ഗുണങ്ങളുടെ കണക്ക് വെക്കുന്നു. ദേവതയായി മാറുമ്പോൾ ദൈവിക ഗുണങ്ങളുണ്ടാകുന്നു. പഠിപ്പിൻ്റെ ആധാരത്തിൽ പദവി ലഭിക്കുന്നു. ഒന്നാമത് പഠിക്കണം, രണ്ടാമത് അവഗുണങ്ങളെ ഇല്ലാതാക്കണം. ഞാൻ ബ്രാഹ്മണ കുലത്തിലേതാണ്. ബ്രാഹ്മണ കുലത്തിൽ ഈശ്വരീയ മതമാണ്. ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റെ മക്കളായ ഞാൻ ഭഗവാന്റെ മതപ്രകാരം നടക്കുന്നു. ഈശ്വരീയ മതമനുസരിച്ച് ഞാൻ ദേവതയാവുകയാണ്. മനുഷ്യമതം പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നു. മോശമായത് കാണില്ല, കേൾക്കില്ല. ആത്മാവിനെ കാണുന്നു, ശരീരത്തെ കാണരുത്. ഈ ശരീരം പതിതമാണ്, വീണ്ടും പഴയതാകാനുള്ളതാണ്. ആത്മാവ് ദിനം പ്രതിദിനം നേരെയാകുന്നു, അവിനാശിയാകുന്നു. ദേഹസഹിതം ദേഹത്തിൻ്റെ എന്തെല്ലാം സംബന്ധങ്ങളുണ്ടോ എല്ലാം മറക്കുന്നു. ആത്മാവിനെ കാണുന്നു, ഒരേ ഒരു പിതാവിൽ നിന്നും കേൾക്കുന്നു. സെക്കൻഡിൽ ജീവൻ മുക്തി ലഭിക്കുന്നു. പുരുഷാർത്ഥം പൂർണ്ണമായി ചെയ്തില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഞാൻ അന്ധന്മാരുടെ ഊന്നുവടിയായി ബാബയുടെ പരിചയം നൽകുന്നു. ദയാഹൃദയനായ ബാബ മനുഷ്യരെ ദേവതയാക്കി മാറ്റുന്നു. ബാബയുടെ ദയക്ക് പരിധിയില്ല. പുതിയ ലോകത്തിലെല്ലാം സതോപ്രധാനമായിരിക്കും. ബാബ താലത്തിൽ സ്വർഗം കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് സത്യമായ പഠിപ്പ്. ബാബ ഇരുന്ന് ഓരോ കുട്ടികളെയും നോക്കുന്നു. ഇവരിൽ കളയേണ്ടതായി എന്തു കുറവാണോ ഉള്ളതെന്ന് ചിന്തിക്കുന്നു. ബാബയുടെ ദൃഷ്ടി ഓരോരുത്തരുടെയും ഗുണങ്ങളിൽ പതിയുന്നു. ഈ ജന്മത്തിൽ എൻ്റെ എന്തെല്ലാം കുറവുകളുണ്ടോ അതെല്ലാം ഞാൻ ബാബയോട് പറയുന്നു. എൻ്റെ ഗുണങ്ങൾ ഒന്നാന്തരമായിരിക്കണം. ഞാൻ സാധിക്കുന്നത്രയും അവഗണങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടു പോകുന്നു. ഞാൻ ദിവസവും എൻ്റെ പെരുമാറ്റത്തിൻ്റെ കണക്കുകൾ നോക്കുന്നു. ഇല്ലെങ്കിൽ എൻ്റെ തന്നെ നഷ്ടമുണ്ടാകുന്നു. ബാബയുടെ സത്പേരിനെയും കളങ്കപ്പെടുത്തുന്നു. ദേഹാഭിമാനികൾക്ക് ഗതി ലഭിക്കില്ല. ദേഹി അഭിമാനികൾക്ക് സദ്ഗതി ലഭിക്കുന്നു. ഞാൻ ദേഹി അഭിമാനിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു.
ദേഹാഭിമാനത്തിൽ തീർച്ചയായും പാപമുണ്ടാകുന്നു. ഇവിടെ എന്നെ വിശുദ്ധിന്റെ ഈശ്വരീയ പിതാവ് പഠിപ്പിക്കുന്നു. ഞാൻ സംഗമയുഗത്തിലെ ബ്രാഹ്മണനാണ്. ശാന്തിധാമം വഴി സുഖധാമത്തിലേക്ക് പോകും. സമയം വളരെ കുറവാണ്. ശരീരം നാളെ വേണമെങ്കിലും വിടാം. ഡ്രാമ അനുസരിച്ച് ബാബ കൽപ്പം മുമ്പത്തെ പോലെ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ബാബയെ ഓർമ്മിച്ച് വികർമ്മം വിനാശമാക്കുന്നു. ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരില്ല. ഞാൻ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കുന്നു. അപ്പോൾ പാപം ഭസ്മമാകുന്നു. ദേഹി അഭിമാനിയാകാനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബയുടെ നിന്ദ ചെയ്യുന്ന തരത്തിലുള്ള കർമ്മങ്ങളൊന്നും ചെയ്യില്ല. ബാബയോട് സത്യം സത്യമായി പറഞ്ഞ് ഞാൻ അവഗുണങ്ങളെ ഇല്ലാതാക്കുന്നു. പഠിപ്പിലൂടെ സ്വയം ഗുണവാനായി മാറുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്മൃതി സ്വരൂപമാകുന്നു. പരിധിയുള്ള റോയൽ ഇച്ഛകളിൽ നിന്നും മുക്തമായിരുന്ന് സേവനം ചെയ്യുന്ന നിസ്വാർത്ഥ സേവാധാരിയായി ഭവിക്കൂ. സേവനത്തിലുണ്ടാകുന്ന പരിധിയുള്ള ഇച്ഛകൾ പോലും കർമ്മക്കണക്കുകളുടെ ബന്ധനത്തിൽ ബന്ധിക്കുന്നു. ഈ കർമ്മക്കണക്കുകളിൽ നിന്ന് മുക്തമായി ഞാൻ സത്യമായ സേവാധാരിയാകുന്നു. റോയൽ കർമ്മക്കണക്കുകളിൽ നിന്ന് മുക്തമായി ഞാൻ നിസ്വാർത്ഥ സേവാധാരിയാകുന്നു. വാഗ്ദാനങ്ങളെ ഫയലിൽ സൂക്ഷിക്കാതെ ഫൈനലാക്കി അഥവാ നിറവേറ്റി കാണിക്കുന്നു. ഓം ശാന്തി.